റിപ്പോർട്ട്സ് മൊഡ്യൂൾ 9 ഹെഡ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ 9th ഹെഡ് വരുന്നതാണ് കസ്റ്റമർ പേയ്മെൻറ്റ്സ്. കസ്റ്റമർ പേയ്മെൻറ്റ്സിൽ 3 റിപ്പോർട്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു റിപ്പോർട്ട്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പേയ്മെൻറ്റ്സിൽ ഫസ്റ്റ് റിപ്പോർട്ട് വരുന്നത് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന റിപ്പോർട്ടാണ്. പേയ്മെൻറ്റ് റിസീവ്ഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കസ്റ്റമർ നെയിം കാണാം. കസ്റ്റമർ നെയിം ശേഷം വരുന്നത് പേയ്മെൻറ്റ് ഡേറ്റ് ആണ്. ഓരോ കസ്റ്റമേഴ്സ് ഏത് ഡേറ്റിലാണോ പേയ്മെൻറ്റ് ചെയ്തത് നമ്മൾ റെക്കോർഡ് ചെയ്ത ആ ഒരു പേയ്മെൻറ്റ് ഡേറ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റെഫറൻസ് നമ്പർ ആണ്. അതിനുശേഷം റിമാർക്സ്, അപ്ലൈഡ് ഇൻവോയ്സസ്. അപ്ലൈഡ് ഇൻവോയ്സസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ പേയ്മെൻറ്റ് ഏത് ഇൻവോയ്സസിലാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഇൻവോയ്സസിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ട് ആണ്. ആൻഡ് ലാസ്റ്റ് കോളം വരുന്നത് പേയ്മെൻറ്റ് മോഡാണ്. ബാങ്ക് ഓർ ക്യാഷ് ആണോ എന്നുള്ളതാണ് പേയ്മെൻറ്റ് മോഡ്. എമൗണ്ട് കോളത്തിൻ്റെ സബ് ടോട്ടൽ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ കസ്റ്റമറുടെയും ഇൻവോയ്സ് വൈസ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു പേയ്മെൻറ്റ്സ് റിസീവ്ഡ് റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ കസ്റ്റമർ ഓപ്ഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷനിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് കസ്റ്റമർ ഓപ്ഷനാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു കസ്റ്റമറുടെ പേയ്മെൻറ്റ് റിസീവ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ അറിയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നോക്കാം. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് റിസീവ്ഡിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ പേയ്മെൻറ്റ് റിസീവ്ഡിൻ്റെ ഡാറ്റ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പേജ് സെറ്റപ്പ് ആൻഡ് സൂം ഇൻ ഓപ്ഷൻ എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലാണ് പ്രിൻ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് കസ്റ്റമർ പേയ്മെൻറ്റ്സ് റിസീവ്ഡ് എന്ന ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പേയ്മെൻറ്റ് റിസീവ്ഡിന് ശേഷം കസ്റ്റമർ പേയ്മെൻറ്റ്സിൽ നെക്സ്റ്റ് വരുന്നത് റീഫണ്ട് ഹിസ്റ്ററിയാണ്. റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറിന് റീഫണ്ട് ചെയ്ത പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മൾ സെയിൽസിന് ശേഷം ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് നോട്ടിന് നമ്മൾക്ക് പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഫസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമർ നെയിം കാണാം. ഓരോ കസ്റ്റമറിൻ്റെയും നെയിമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് നോട്ട് നമ്പറാണ്. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെഫറൻസ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പേയ്മെൻറ്റ് ഫോമിലുള്ള റീമാർക്സ് ആണ് നമുക്ക് നെക്സ്റ്റ് കോളം വരുന്നത്. അതിനുശേഷം നമ്മൾ ഏത് സെയിൽസ് ഇൻവോയ്സിനാണോ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തത് ആ സെയിൽസ് ഇൻവോയ്സ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കോളം വരുന്നത് എമൗണ്ട് ആണ്. നമ്മൾ റീഫണ്ട് ചെയ്ത എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഓരോ ക്രെഡിറ്റ് നോട്ടിനും റീഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഡാറ്റയായി എത്ര എമൗണ്ട് ആണ് അതുപോലെ തന്നെ ഏത് സെയിൽസ് ഇൻവോയ്സിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ ഈ ഒരു റിപ്പോർട്ട് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഈ ഒരു റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമർ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒരു കസ്റ്റമറുടെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യണമെങ്കിൽ ആ കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ റീഫണ്ട് ഹിസ്റ്ററി ഡീറ്റെയിൽസ് മാത്രമായി ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനെല്ലാം ഈ ഒരു പ്രിൻ്റ് ഓപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ഡാറ്റ എല്ലാം കംപ്ലീറ്റ്ലി വ്യൂ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പേജ് സെറ്റപ്പിനും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പേയ്മെൻറ്റ്സ് റിപ്പോർട്ടിൽ ലാസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ടൈം ടു ഗെറ്റ് പെയ്ഡ് എന്ന റിപ്പോർട്ടാണ്. ടൈം ടു ഗെറ്റ് പെയ്ഡ് എന്ന ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ സ്റ്റാറ്റസ് ആണ്. അതായത് ഒരു കസ്റ്റമർ സെയിലിന് ശേഷം എത്ര ഡേയ്സിനുള്ളിലാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, ആ പേയ്മെൻറ്റ് ചെയ്ത കസ്റ്റമറുടെ ഏജ്, ഡേയ്സ് ആൻഡ് എമൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കസ്റ്റമർ നെയിം കാണാം. നെക്സ്റ്റ് വരുന്നത് ഏജിൻ്റെ കാറ്റഗറൈസേഷൻ ആണ്. ഫസ്റ്റ് വരുന്നത് 0 to 15 days, നെക്സ്റ്റ് 16 to 30 days, 31 to 45 ആൻഡ് എബോവ് 45 days. ഇങ്ങനെ 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓരോ സെയിലിന് ശേഷവും കസ്റ്റമർ എത്ര ഡേയ്സിനുള്ളിലാണ് പേയ്മെൻറ്റ് ചെയ്തത്, ആ എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ആ ഡേയ്സിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ കസ്റ്റമറുടെയും പേയ്മെൻറ്റ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഓരോ കസ്റ്റമറുടെയും പേയ്മെൻറ്റ് ചെയ്യാനുള്ള പവർ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ട് എന്നൊരു മെനു ഓപ്ഷനാണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്നുള്ളൊരു ഓപ്ഷനും അതുപോലെ തന്നെ കസ്റ്റമർ ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനും അതുപോലെ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ മാത്രം ഡാറ്റ ആക്സസ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ്, ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ടു ഗെറ്റ് പെയ്ഡിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ആ ഒരു ഡാറ്റ ടേബിളെല്ലാം കംപ്ലീറ്റ്ലി വ്യൂ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പേജ് സെറ്റപ്പിനും അതുപോലെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു ടൈം ടു ഗെറ്റ് പെയ്ഡ് റിപ്പോർട്ട് ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും എക്സിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പ്രീവിയസ് പേജാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റിപ്പോർട്ട്സ് ആണ് കസ്റ്റമർ പേയ്മെൻറ്റ്സ് ഹെഡ് എന്ന ഈ ഒരു റിപ്പോർട്ട് ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.